എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത വേണ്ടത് +2 ആണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിയും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC വഴിയാണ്. കാറ്റഗറി നമ്പർ 471/2024 ആണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സാലറി ലഭിക്കുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷേ ഈ ജോലിയുടെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ നോട്ടിഫിക്കേഷനുണ്ട്. ആ നോട്ടിഫിക്കേഷനും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം ഉള്ളതാണ്. പ്രായപരിധി 18 മുതൽ 26 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാൻഡിഡേറ്റ്സ് 2/1/1998 1/1/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. കൂടാതെ SC ST കാറ്റഗറി ആണെങ്കിൽ 5 വയസ്സിൻ്റെയും OBC കാറ്റഗറി ആണെങ്കിൽ 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവുമുണ്ട്. ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. +2 പാസ്സാവണം. ഇനി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ്. ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസും ആവശ്യമാണ്. ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് എക്സ്പാൻഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് നീന്തൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം അവിടെ സ്വിമ്മിങ്ങിന് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നീന്തൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് മറ്റൊരു ക്വാളിഫിക്കേഷൻ വേണ്ടത്. കൂടാതെ കൃത്യമായിട്ടുള്ള വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷനകത്ത് വരുന്നത്. അപ്പോൾ +2 ക്വാളിഫിക്കേഷനും കൂടാതെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC വഴിയാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് kerala.psc.gov.in ആണ്. നിങ്ങൾ PSC വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജനുവരി 15 ആണ്. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. ഇനി നമ്മൾക്ക് വുമൺസിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. തസ്തികയുടെ പേര് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആണ്. കാറ്റഗറി നമ്പർ 477/2024 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ്. സാലറി ലഭിക്കുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. വേക്കൻസി വരുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. മലപ്പുറം ഒരു വേക്കൻസിയാണ്. ഈ തസ്തികയിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. വുമൺ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 18 മുതൽ 26 വയസ്സ് വരെയാണ്. കൂടാതെ SC ST കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും ഏജിൽ ഇളവുമുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. കൂടാതെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ആവശ്യമാണ്. ഹൈറ്റ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ നീന്തൽ അറിഞ്ഞിരിക്കണം. സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ടാവും. വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് കേരള PSCയുടെ ഔദ്യോഗിക സൈറ്റായ kerala.psc.gov.in വഴിയാണ്. നിങ്ങൾ PSC വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 15 ആണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാവുന്നതാണ്. വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കാറ്റഗറി നമ്പർ 477/2024 ആണ്. ഇനി മെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 471/2024 ആണ്. താല്പര്യമുള്ളവർക്ക് PSC വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.